വിവോയുടെ വിവോ Y300 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y300 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y300 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 172 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.49 mm ആണ്. അത്യാവശ്യം വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ സിൽക്ക് ഗ്രീൻ അതുപോലെ തന്നെ സിൽക്ക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെയും പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസറൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും പ്രോസസർ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 8GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വെറ്റ് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും വരുന്നുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. അത് മാത്രമല്ല മെയിൻ ക്യാമറ സെൻസറിൽ OIS സപ്പോർട്ടും വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന പല ഫീച്ചേഴ്സും ക്യാമറയുടെ കാര്യത്തിൽ ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഇത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ സെൻസറിൽ OIS സപ്പോർട്ട് വരുന്ന അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉള്ള ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 23,999 രൂപയാണ്. പിന്നെ HDFCയുടെ SBIയുടെ അതുപോലെ തന്നെ SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസർ ഇതിൽ കൊടുത്തിട്ടില്ല. ക്യാമറയിൽ OIS സപ്പോർട്ട് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഓഫ്ലൈൻ ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി വിവോയുടെ തന്നെ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിവോ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇപ്പം അതിലോട്ട് വരുമ്പം അതിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കർവ്ഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതിന്റെ പുറമെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസർ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. OIS സപ്പോർട്ട് വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററിയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വിവോയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫോണും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.